ഭാരവാഹി തെരഞ്ഞെടുപ്പിന് ശേഷം അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ ആദ്യ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവർ യോഗത്തിന് എത്തിയിട്ടുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യ യോഗമാണ്. അംഗങ്ങൾക്കിടയിലെ ചേരിപ്പോര്, മെമ്മറി കാർഡ് വിവാദം, പിണങ്ങി നിൽക്കുന്നവരെ തിരികെ സംഘടനയുടെ ഭാഗമായി എത്തിക്കുന്നതിൻ്റെ നീക്കങ്ങൾ, ഇതൊക്കെ ആദ്യ യോഗത്തിൻ്റെ തന്നെ അജണ്ടയിലേക്ക് വരുമോ അഭിനന്ദ്? റജിത, നഷ്ടപ്പെട്ടു പോയ പ്രതാപം അത് അഭിനേതാക്കളുടെ സംഘടനയിൽ തിരിച്ചെടുക്കുവാൻ വേണ്ടി വീണ്ടെടുക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിലെ ആദ്യ അജണ്ട. വനിതകൾ തലപ്പത്തേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് യോഗമാണ് നടക്കുക. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ രേഖ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കടക്കം ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ വ്യക്തമാക്കി. ആദ്യം ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ഇന്ന് യോഗം നടക്കുമോ എന്നുള്ള കാര്യത്തിൽ. അത് ചില അംഗങ്ങൾ അതിനകത്ത് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമൊക്കെ പ്രകടിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നടക്കുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും ഇപ്പോൾ താരങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. രണ്ടുപേരായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓൺലൈനായി പങ്കെടുക്കുക. കുക്കു പരമേശ്വരനെതിരായി വന്ന മെമ്മറി കാർഡ് വിവാദം, ഒപ്പം തന്നെ അംഗങ്ങൾ തമ്മിലുള്ള ചേരിതിരിവ്, ശ്വേതാ മേനോനെതിരെ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഉയർന്ന പരാതി അടക്കമുള്ള കാര്യങ്ങളായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുക. വിപുലമായ ഒരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുവാനും തീരുമാനിക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ താരങ്ങളൊക്കെ രാജിവെച്ച് ഈ അമ്മ ഭരണസമിതിയിൽ നിന്ന് പോയതിനു ശേഷം ഒരു ആഘോഷ പരിപാടി സംഘടനയുടെ ഭാഗത്തും ഉണ്ടായിരുന്നില്ല. ഓണാഘോഷം വിപുലമായി സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമുള്ള പ്രതികരണം ലഭ്യമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, WCC അംഗങ്ങൾ ഈ നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കൊഴിഞ്ഞുപോയിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്ന് ശ്വേതാ മേനോൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങൾക്കടക്കം ഉറപ്പ് നൽകിയിരുന്നു. അതിജീവിതയെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിനകത്ത് ഒന്നോ രണ്ടോ കമ്മിറ്റികൾ കൊണ്ട് കഴിയുകയില്ല. 100-ലധികം കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് ചേരണമെങ്കിൽ അങ്ങനെ അതിനുശേഷം അതിജീവിത, ഒപ്പം തന്നെ WCC അംഗങ്ങൾ, ഈ താരസംഘടനയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെ എല്ലാം തന്നെ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ശ്വേതാ മേനോൻ വ്യക്തമാക്കി. അത് ആദ്യ അജണ്ടയെ തന്നെ പരിഗണിക്കണമെന്ന് ഒരു വിഭാഗം അംഗങ്ങളുടെ ആവശ്യവും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കുക്കു പരമേശ്വരന്റെ മെമ്മറി കാർഡ് വിവാദം കത്തുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആദ്യ അജണ്ടയെ പരിഗണിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ചയാകും. ഒപ്പം തന്നെ വിപുലമായ ഓണാഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ആദ്യ യോഗം, അമ്മയുടെ ആദ്യ യോഗം കൊച്ചിയിൽ.